ഹലോ കൂട്ടുകാരെ, അപ്പൊ നമ്മളെ ഒരു അൺബോക്സിങ് വീഡിയോ ആയാലോ? ഇത് മിലോന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അന്ന് കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് ഇത് ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോയും ബർത്ത്ഡേ വീഡിയോ ഒക്കെ കുറച്ച് ഡിലേ ആയി. കുറച്ചേറെ ഡിലേ ആയി. ബർത്ത്ഡേ വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ. ഇത് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് അൻസി മേടിച്ചിട്ടുണ്ടെന്നതാണ്. ഇത് ഫസ്റ്റ് തുറക്കാൻ കാരണം ഇതൊരു റിമോട്ട് കാറാണ്. അതുകൊണ്ട് മിലോന്റെ അച്ഛന്റെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ ഈ ഗിഫ്റ്റ് ആണ് ഫസ്റ്റ് അൺബോക്സ് ചെയ്തത് കേട്ടോ. ഓൾറെഡി എല്ലാരും ഇവിടെ അൺബോക്സിങ് കാണാനായിട്ട് ഇങ്ങനെ എല്ലാരും ഇരിപ്പുണ്ട് വീട്ടില്. അപ്പം എല്ലാവർക്കും ഒക്കെ കാണിച്ച അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അൺബോക്സിങ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് അൺബോക്സിങ് തുടങ്ങിയപ്പോ തന്നെ നമ്മുടെ ഡയപ്പർ കുട്ടി ഓടി വന്നിട്ടുണ്ട്. അവന്റെ ഗിഫ്റ്റ് ആണല്ലോ, അപ്പൊ അവൻ തന്നെയാണല്ലോ ഓടി വരേണ്ടതും. ഇങ്ങനെ അവൻ വന്ന് ഗിഫ്റ്റ് ഒക്കെ എടുത്തു നോക്കുന്നു. അവനത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി അതും കൊണ്ട് പോവുകയാണ് നമ്മളെ മിലോ. പിന്നെ മിലോന്റെ അച്ഛനും കൂടെ തമ്മി അതിനുവേണ്ടി പിടിവലിയായിരുന്നു. കാരണം റിമോട്ട് കാർ അവനെ കൊണ്ട് പറ്റത്തില്ലല്ലോ, അവന്റെ അച്ഛനെ കൊണ്ടല്ലേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞു. നെക്സ്റ്റ് എനിക്ക് അറിയാവുന്നത് മീൻസ് ഓർമ്മയുള്ളത് എനിക്ക് പറയാമില്ലാത്തത് ഇതൊക്കെ ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് ആരാണ് തന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഓർമ്മയുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം അതൊക്കെ ആരാണ് തന്നതെന്ന്. അപ്പൊ നെക്സ്റ്റ് മിലോയ്ക്ക് ഒരു ഷർട്ടും പാന്റും ആണ്. മിലോയ്ക്ക് ഇപ്പോഴൊന്നും ഇടത്തില്ല, എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. കുറേ സാധനം ഇങ്ങനത്തെ എല്ലാം കിട്ടിയായിരുന്നു കേട്ടോ. അവൻ ഇപ്പോഴൊന്നും ഇടാൻ പറ്റുന്ന സൈസ് അല്ല, കുറച്ചവര് ഇപ്പൊ ഇടാൻ പറ്റുന്ന സൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ അധികം ഗിഫ്റ്റ് ഒന്നും ഇല്ല, എങ്കിലും അത്യാവശ്യം നമ്മള് കുറച്ച് അങ്ങനെ അധികം എല്ലാരും വിളിച്ചിട്ടില്ലായിരുന്നു, കുറച്ചുപേരെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചേട്ടന്റെ ഫാമിലി ഞങ്ങളുടെ ഫാമിലി മാത്രമായിട്ടായിരുന്നു ഫംഗ്ഷൻ. അപ്പൊ ഇതായിരുന്നു നെക്സ്റ്റ് ഗിഫ്റ്റ്. അടുത്തതും ഒരു ഡ്രസ്സ് തന്നെയാണ്. അപ്പൊ അത് നമുക്ക് നോക്കിയാലോ. അത് 2 ജോഡി ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. പിന്നെ ഈ വീഡിയോ വെച്ചിട്ടാണോ ഇപ്പൊ ഞാൻ ഓരോ ജോഡിയുടെയും മാച്ചുള്ള മീൻസ് അതിന്റെ പാന്റ് ആയാലും നിക്കറായാലും കണ്ടുപിടിക്കുന്നത്. കാരണം എല്ലാം കൂടി പറക്കി ലാസ്റ്റ് ഞാൻ ഒരു കവറിലാക്കി വെക്കുക ചെയ്തത്. എന്നിട്ട് അലമാരിയിലോട്ട് മടക്കി വെച്ചതാ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എപ്പോഴും ഉള്ളത് അതിലേക്ക്. അപ്പൊ ഞാനത് എല്ലാം കൂടി ഒരുമിച്ച് പറക്കി വെച്ചുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഏതൊക്കെയാ അതിന്റെ മാച്ച് ആയിട്ടുള്ള സാധനങ്ങളെന്ന്. പക്ഷെ ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കും, ഓരോന്നൊക്കെ എടുത്തിടാനെടുത്ത് ഇപ്പൊ സൈസ് ആയതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുത്തു നോക്കും, വീഡിയോസ് എടുത്ത് വെക്കും. എന്നിട്ട് ഇതിപ്പോ ഞാൻ കവറിന്റെ ഏത് കടയെന്നുള്ളതാന്ന് വെച്ചിട്ടാട്ടോ എടുക്കുന്നത്, നോക്കിയത്. കാരണം ഓരോ കവർ എനിക്ക് ഇങ്ങനെ കയ്യിൽ തന്നത് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഓരോന്ന് കണ്ടുപിടിച്ചത് ആരൊക്കെയാണ് തന്നെന്ന്. പിന്നെ നെക്സ്റ്റ് മില നോക്കിക്ക, ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇത് എന്റെ അമ്മാമ്മ മേടിച്ചോണ്ട് വന്നതാണ്, അമ്മയുടെ അമ്മ മേടിച്ചോണ്ട് വന്നതാണെന്ന് തോന്നുന്നു. അമ്മാമ്മയാണോ കുഞ്ഞമ്മയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അവർ രണ്ടുപേരിൽ ആരോ വാങ്ങിയതാണ്. പിന്നെ ഇത് കുഞ്ഞമ്മയോ അമ്മാമ്മയോ അവരാരോ, എനിക്ക് ആ 2 കവർ തമ്മിൽ ഓർമ്മ കിട്ടുന്നില്ല. അപ്പം അവര് ഒരെണ്ണം കുഞ്ഞമ്മയും ഒരെണ്ണം അമ്മാമ്മയാണ് കേട്ടോ മേടിച്ചോണ്ട് വന്നത്. അപ്പം എല്ലാ ഡ്രസ്സുകളൊക്കെ എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാ ഡ്രസ്സുകളും നല്ല അടിപൊളി ഡ്രസ്സുകളായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കളർ ഷോർട്സ് കുറേ കിട്ടിയായിരുന്നു കേട്ടോ. 4-5 കൂടുതലുണ്ട് ആ കളർ ഷോർട്സ്. അതുകൊണ്ട് എനിക്ക് ഡൗട്ട് അടിച്ചാലും പ്രശ്നമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും കുഴപ്പമില്ല. നെക്സ്റ്റ് ഇത് കുഞ്ഞ മേടിച്ചോണ്ട് വന്നതാണ്, നമ്മുടെ വിഷ്ണു ചേട്ടന്റെ ഒക്കെ അമ്മ. അപ്പൊ അതാണ് അടുത്ത നെക്സ്റ്റ് ഗിഫ്റ്റ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. അങ്ങനെ ഇത് നെക്സ്റ്റ് കുഞ്ഞയൊക്കെ കൊണ്ടുവന്നതാണ്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. ജസ്റ്റ് അകത്തൊരു ടീഷർട്ടും പുറത്ത് ഷർട്ടും പിന്നെ ഒരു കുഞ്ഞു നിക്കറും. ഇതൊന്നും മില്ലേക്ക് ഇപ്പോഴും ഇടത്തില്ല, അത്യാവശ്യം വലിയ സൈസാണ്. ഓൾറെഡി മില്ലേക്ക് ഇപ്പൊ ഇടുന്നതെല്ലാം ഓവർ സൈസ് ആയിട്ടാണ് ഇടുന്നത്, എങ്കിലും ഇത് ഇച്ചിരി വലുതാണ്. അപ്പം അതാണ് നെക്സ്റ്റ് ഗിഫ്റ്റ്. നെക്സ്റ്റ് മിലോന്റെ മേമ മേടിച്ചു കൊടുത്തതാണ്. ഇതാണ് മിലോന്റെ മേമയുടെ വകയുള്ള ഗിഫ്റ്റ്. ഇതാണ് മിലോന്റെ അമ്മാമ്മയുടെ വകയുള്ള ഗിഫ്റ്റ്. നെക്സ്റ്റ് ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഇത് ആര് വാങ്ങി തന്നതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, സോറി. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇത് സോറി ഇത് ജെസ്സി മേടിച്ചെന്നതാ കേട്ടോ. ജെസ്സി മേടിച്ചെന്നതാ. ഇത് ഓർമ്മയുണ്ട്. എനിക്ക് പൊട്ടിച്ചപ്പോ പോപ്പീസിന്റെ കവർ തന്നപ്പോഴത്തേക്കാണ് ഓർമ്മ വന്നത്. ഓൾറെഡി ജെസ്സി ഇത് കൂടാതെ ഒരു പപ്പിക്കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതിന്റെ കൂടെ 2 ജോഡി ഡ്രസ്സും ഉണ്ട് കേട്ടോ. നല്ല സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 ഡ്രസ്സും അടിപൊളി ഡ്രസ്സായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴൊന്നും ഇടാൻ പറ്റത്തില്ല മിലോയ്ക്ക്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. ഒരു ഷർട്ടും പാന്റും. ഓൾറെഡി ജെസ്സി ഇതിന് മുന്നേ മിലോയ്ക്ക് ഒരു ഷർട്ടും പാന്റും എടുത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പം ഇത് ഇച്ചിരി വലിയ സൈസാണ്. അതിപ്പോ അവൻ ഇടുന്ന സൈസാണ്. ഇച്ചിരി വലിയ സൈസായിരുന്നു. രണ്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാണാൻ അടിപൊളിയായിരുന്നു. അപ്പൊ ഇത് ജെസ്സിയാണ് മേടിച്ചു തന്നത്. ജെസ്സി എന്ന് പറഞ്ഞാൽ മിലോന്റെ മമ്മി, എന്റെ ചേട്ടത്തി. അപ്പം ഇത് ജെസ്സി മേടിച്ചു തന്നത്. അടുത്ത നമുക്ക് നെക്സ്റ്റ് അൺബോക്സ് ചെയ്യാം. ഇത് നമ്മുടെ കൊല്ലത്തുനിന്ന് പ്രശാന്തേട്ടനൊക്കെ വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ മിലോയ്ക്ക്. അവരിതിനകത്തൊരു നോട്ട്സ് ഒക്കെ എഴുതി അതിനകത്ത് കുറച്ച് പടമൊക്കെ വരച്ച് നന്നായിട്ട് കഷ്ടപ്പെട്ടൊക്കെ എഴുതി എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതായിട്ട്. മിലോയ്ക്ക് ആ ടോയ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ തോട്ട്സ് ഒക്കെ എഴുതിയതിനും അത് വരച്ചതിനൊക്കെ പ്രശാന്തേട്ടനും വർഷ ചേച്ചിക്കും എന്റെ വക താങ്ക് യു സോ മച്ച്. ഇതായിരുന്നു അതിന്റെ കൂടെ ഉണ്ടായിരുന്ന കാർഡ് കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട്. പിന്നെ അതിനകത്ത് ഒരു ചെറിയൊരു കോട്സ് പോലെ 1 year ago you come into the world and brought lifetime of happiness with you. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ ലിറ്റിൽ പ്രിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജെസ്സി തന്ന പപ്പിക്കുട്ടി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതിനെ കാണാൻ. ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു ടോയ് ആയിരുന്നു. നെക്സ്റ്റ് ഇത് ആരാണ് തന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല, സോറി. നമുക്ക് ഇതും ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് ഒരു ജോഡി ഡ്രസ്സായിരുന്നു. ഇതില് ഒന്നല്ല 2 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു. 2 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതും നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ മിലോയ്ക്ക് കുറച്ച് വലുതാണ്, അപ്പം വെച്ചിരുന്നിടാം. പിന്നെ എനിക്ക് ഈ ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട് അത് കാണാൻ. മിലോയുടെ അച്ഛനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ടുണ്ട്. അപ്പൊ മിലോയ്ക്ക് എന്ത് കിട്ടുന്നോ അതേപോലത്തെ സാധനങ്ങൾ അവന്റെ അച്ഛനെ എടുക്കണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആഷ് കളർ കുറേ ഷോർട്ട്സ് കിട്ടിയെന്ന്, അടുത്തത് ഇതാണ്. അപ്പൊ ഇത് നല്ല 2 ജോഡി. ഇത് ആരാണെങ്കിലും വീഡിയോയിൽ കമന്റ് ചെയ്യുക, കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ഇതാരാണ് ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ്. ഇത് നമുക്ക് വിഷ്ണുചേട്ടൻ തന്നതാണ് കേട്ടോ. അപ്പൊ ഇത് വിഷ്ണുചേട്ടന്റെ വകയുള്ള ഗിഫ്റ്റാണ് മിലോയുടെ. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ്. ഒറ്റ ഫോട്ടോ ഫ്രെയിമേ കിട്ടിയുള്ളൂ, അതിതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മിലോന്റെ ഫോട്ടോ. ഇത് പക്ഷെ നമ്മൾ എയിലിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ്. അത് ചേട്ടൻ ഫ്രെയിം ചെയ്തിരുന്നു. അപ്പോ താങ്ക് യു വിഷ്ണു ചേട്ടാ. നെക്സ്റ്റ് ഈ ഗിഫ്റ്റ് മേടിച്ചത് നമ്മുടെ ജിബിനാണ്. ജിബിൻ ആരാണെന്നൊക്കെ വഴിയെ പറയാം. അപ്പൊ നമ്മുടെ ജിബിന്റെ വകയുള്ളൊരു ഗിഫ്റ്റാണിത്. ബോട്ടിലാണ് കേട്ടോ മിലോയ്ക്ക്. ഓൾറെഡി ജിബിന്റെ ചാച്ചനും മമ്മിയൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അവര് വന്ന് മിലോയ്ക്ക് ഡ്രസ്സൊക്കെ കൊടുത്തു. അല്ലാണ്ട് ഡ്രസ്സും അല്ലാണ്ട് ഗിഫ്റ്റൊക്കെ രാവിലെ തന്നിട്ട് പോയിരുന്നു. കാരണം ആലപ്പുഴയിൽ നിങ്ങൾ വന്നതായതുകൊണ്ട് രാവിലെ വന്നായിരുന്നു കേട്ടോ ചാച്ചനും മമ്മിയൊക്കെ. അപ്പൊ ജിബിന്റെ വക ബോട്ടിലായിരുന്നു കേട്ടോ. ബോട്ടിൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഓൾറെഡി അവളിങ്ങനെ പറഞ്ഞു എന്താണ് ഗിഫ്റ്റ് എന്നൊക്കെ ഗസ് ചെയ്യാനൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ബോട്ടിലായിരുന്നു. നെക്സ്റ്റ് ഇതും ജിബി മേടിച്ചു തന്നതാണ് കേട്ടോ. ഇതൊരു ടോയ് ആണ്, ബാറ്ററി ഒക്കെ ഇട്ടിട്ട് നമുക്ക് അവന് കളിക്കാൻ പറ്റുന്ന ടൈപ്പിൽ ഒരു ടോയ് ആണ്. അപ്പോ അതും നല്ല ഗിഫ്റ്റ് ആയിരുന്നു. താങ്ക് യു ജിബിൻ. ജിബിൻ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു. പിന്നെ എല്ലാവർക്കും ഓരോരുത്തരെയും ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അന്ന് വന്ന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെയും മിലോന്റെയും നമ്മുടെ എല്ലാവരുടെയും വക ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പൊ ഇത് ജിബിന്റെ ചാച്ചനും മമ്മിയും കൂടെ മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ. ഓൾറെഡി ഒരു 2 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നമ്മൾ രാവിലെ തന്നെ മിലോയ്ക്ക് ഇടിയിച്ചായിരുന്നു കേട്ടോ. പിന്നെ അല്ലാണ്ട് 1 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവന് ചാച്ചനും മമ്മിയും മേടിച്ചോണ്ട് വന്നതാ. നമ്മളെ പോട്ടിയില്ലേ, അതാണ്. അപ്പൊ താങ്ക് യു ചാച്ച മമ്മി. പിന്നെ നെക്സ്റ്റ് നമുക്ക് അടുത്തത് അൺബോക്സ് ചെയ്യാം. ഇത് നമ്മുടെ മിലോന്റെ അപ്പ മേടിച്ചെന്നാണ്, നമ്മുടെ താരുവിന്റെ അമ്മയും അച്ഛനും. ഇത് സൈക്കിളാണ് കേട്ടോ. ഓൾറെഡി ഞാൻ അറിഞ്ഞായിരുന്നു എന്താണെന്നുള്ള സംഭവം. അപ്പം സൈക്കിളാണ്. നമ്മൾ അൺബോക്സ് ചെയ്തതേ ഉള്ളൂ, അത് ഫുള്ള് സെറ്റ് ചെയ്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് പിന്നെ സെറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പിന്നെ പിറ്റേ ദിവസം ഒന്നുമില്ല, പിറ്റേ ദിവസമല്ല 1-2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പം മിലോന്റെ അപ്പയൊക്കെ മേടിച്ചു തന്ന സൈക്കിളാണിത്. പിന്നെ അടുത്ത നെക്സ്റ്റ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം നമുക്ക്. അപ്പൊ ഈ ഗിഫ്റ്റ് മേടിച്ചോണ്ട് വന്നത് എന്റെ ചേട്ടൻ വർക്കിന് പോണ അവിടുത്തെ ചേട്ടൻ, എന്ന് വെച്ചാൽ കടയുടെ മുതലാളി. അപ്പം സുഭാഷനെ മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ ഇത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു, കാരണം ഇതിലെന്താണ്. ബാക്കി ഓൾമോസ്റ്റ് നമുക്ക് എല്ലാം ഗസ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതെന്തുവാണെന്ന് ആർക്കും അറിയാൻ വയ്യ. ഇങ്ങനെയും കൂടെ ഒരു റാപ്പും കൂടെ വരണോണ്ട് എന്താണ് സംഭവം എന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്ന് അൺബോക്സ് ചെയ്തതായിരുന്നു ഈ ഗിഫ്റ്റ്.
സുഭാഷിനെ മേടിച്ചിട്ട് വന്ന ഗിഫ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മള് ആരും പ്രതീക്ഷയില്ല ഇതായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മിലോയ്ക്ക് അപ്പം മൊത്തത്തില് 3 വണ്ടിയായി അവന്. ഓൾറെഡി അവന്റെ മേമ ഒരെണ്ണം മേടിച്ചു കൊടുത്ത്, പിന്നെ അപ്പ മേടിച്ചു കൊടുത്തത്, പിന്നെ അല്ലാണ്ട് ഇത്, പിന്നെ ഇത് കൂടാണ്ട് അവന്റെ മൂത്ത അപ്പ ഇവന് നേരത്തെ മറ്റേ വാക്കർ ടൈപ്പ് ഒരു സാധനം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും കൂടെ കൂട്ടി ടോട്ടൽ 4 ഉണ്ട് മിലോയ്ക്ക് ഇപ്പോ. ഇത് ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അഖിലെന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനുണ്ട്. അപ്പം അഖില് മേടിച്ചിട്ടുണ്ടെന്നാണ്. അഖിലിന്റെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അഖിലിന്റെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കവറിൽ വേറെ എന്തോ കിടക്കുമെന്ന് നോക്കിയ അപ്പൊ മിഠായി ഉണ്ട് അതിനകത്ത് എടുത്തിട്ടിരുന്നു. അപ്പം അതും ഒരു കുഞ്ഞു വണ്ടിയാണ്. പക്ഷെ അതിങ്ങനെ അല്ലാണ്ട് ഒട്ടിക്കുന്നതല്ല, അവൻ അല്ലാണ്ടിരുന്ന് കളിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പം അവൻ അങ്ങനത്തെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വണ്ടികളോടൊക്കെയാണ് അവന് വലിയ വണ്ടികളെക്കാട്ടിലും കുഞ്ഞി കാറൊക്കെയാണ് ഇഷ്ടം. അവന് ഇരുന്ന് കുഞ്ഞിയായിട്ട് ഇങ്ങനെ ഇതാക്കി കളിക്കാൻ പറ്റുന്ന ടൈപ്പാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം അത് അടുത്ത നെക്സ്റ്റ്. അപ്പൊ താങ്ക് യു അഖിൽ ആൻഡ് അഖിലിന്റെ വൈഫ്. ഇത് നമുക്ക് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ ആന്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. ഡ്രസ്സാണ്. അപ്പോ ഇത് നല്ല രസമുണ്ട് കേട്ടോ ഡ്രസ്സ് കാണാൻ. അപ്പൊ മുന്താസ്വാമിക്ക് എന്റെയും മിലോന്റെയും വക താങ്ക് യു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ജിബിന്റെ ചാച്ചനും മമ്മിയും മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഓൾറെഡി ഒരു ജോഡി അവൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഒരു ഷർട്ടും പിന്നെ ഒരു ജോഡി പാന്റുമാണ്. ഇതിലേക്ക് ഈ ടൈപ്പ് പാന്റ് ഇപ്പൊ രണ്ടാമത്തെ ആയിട്ടോ. കാരണം ഓൾറെഡി ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ അവന് ഇപ്പൊ ഇടാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് അവന് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇടാൻ പറ്റും. അപ്പം ഇതാണ് നെക്സ്റ്റ്. ഇത് ചേട്ടന്റെ കസിൻ മേടിച്ചിട്ടുണ്ടെന്നതാണ് കേട്ടോ. കിച്ചു എന്ന് പറയും, അശ്വൻ എന്നാണ് എന്റെ പേര്. അപ്പം അവൻ മേടിച്ചിട്ടുണ്ടെന്നതാണ്. മിലോ കണ്ടോ ഞാൻ അൺബോക്സ് ചെയ്യുന്നതിന്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ക്യാമറയിലൊക്കെ ഇട്ട് തട്ടി ഭയങ്കര ഷേക്കൊക്കെ ആക്കി ഭയങ്കര കുരുത്തക്കടായിരുന്നു എന്റെ ഫ്രണ്ടിൽ കിടന്ന്. അപ്പം ഇതായിരുന്നു നെക്സ്റ്റ്. അപ്പൊ താങ്ക് യു കിച്ചു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതാരാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആരായാലും സൂപ്പർ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി ഈ വോയിസ് ഓവർ കൊടുക്കുന്ന 2 ദിവസം മുന്നേ ആയിട്ട് ഞാൻ കൊല്ലത്ത് പോയിട്ടുണ്ടായിരുന്നു താരുവിന്റെ വീട്ടിൽ. അപ്പോഴത്തേക്കും മിലോയ്ക്ക് ഈ ഡ്രസ്സൊക്കെ ഇടിച്ചാണ് കൊണ്ടുപോയത്. അതിന്റെ ഒരു ഷോർട്സ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ ഇത് സൂപ്പർ ആയിരുന്നു. ആരായാലും താങ്ക് യു സോ മച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് നമുക്ക് മിലോന്റെ അപ്പ മേടിച്ചു തന്നതാണ്, മിലോന്റെ മൂത്ത അപ്പ. അപ്പൊ ഇത് ഒരു ഷോർട്ടും പിന്നെ ഷർട്ടും അതിന്റെ ഇടയിൽ ഒരു ബനിയനും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതും ഞാൻ ഓൾറെഡി അവനെ ട്രൈ ചെയ്തു. ഒരു പാലയച്ചിന് വരുമ്പോഴത്തേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഡ്രസ്സൊക്കെ. എന്താ കുഞ്ഞു കണ്ടോ മിലോയ്ക്ക് ഞാൻ എപ്പോ വോയിസ് ഓവർ കൊടുത്താലും മിലോയ്ക്ക് ഭയങ്കര കുറ്റക്കടാണ്. അപ്പൊ അത് നല്ലതായിരുന്നു, സൂപ്പർ ആയിരുന്നു കാണാനായിട്ട്. അപ്പം താങ്ക് യു ചേച്ചി ചേട്ടാ. അപ്പൊ നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ഇത് ലളിത കുഞ്ഞിയൊക്കെ മേടിച്ചോണ്ട് വന്നതാണെന്ന് തോന്നുന്നു. അമ്മയുടെ അനിയത്തി ഇവിടെ ചേണ്ട കുഞ്ഞ. അപ്പൊ അവിടെ നിന്നാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആഷ് കളർ ഷോർട്സ് നെക്സ്റ്റ്. അപ്പൊ ഇതാണ് നെക്സ്റ്റ്. അപ്പൊ അത് നല്ലായിരുന്നു കേട്ടോ. മിലോയുടെ കുരുത്തക്കേട് ഇവിടെ ഓരോ കുരുത്തക്കേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് സൂപ്പറായിരുന്നു. കണ്ടേ മിലോ ഉണ്ടോ എന്റെ ക്യാമറ മറയ്ക്കാനായിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന അവന്റെ വണ്ടിയും കൊണ്ട്. ഇതെനിക്ക് ആരാണ് മേടിച്ചെന്ന് ഓർമ്മയില്ല കേട്ടോ. ആരായാലും നല്ലായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷെ ഇതും ഇപ്പോഴൊന്നും മിലോയ്ക്ക് ഇടാൻ പറ്റത്തില്ല, കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഞാൻ എടുത്തവന് വേറൊരു ഷെൽഫിൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഇവന്റെ വലിയ കുറച്ച് ഡ്രസ്സുകളെല്ലാം. അപ്പൊ ഞാൻ ഈ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത് കടയാണ് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. കാരണം കടയുടെ കവർ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ചു പേരെങ്കിലും ഞാൻ ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ ഇതാരാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ ഇതാരാണ് മേടിച്ചിട്ടുണ്ട് ഇവര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പ്ലീസ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇതല്ല കേട്ടോ കവറ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗിഫ്റ്റ് എല്ലാം പറക്കി വെച്ചപ്പോഴത്തേക്കും ഈ കവറിനകത്ത് ഇട്ടെടുത്ത് മാറ്റി വെച്ചത്. പക്ഷെ ഇതല്ലായിരുന്നു ആ ഡ്രസ്സിന്റെ കവർ. എനിക്ക് ഓർമ്മയുണ്ട്, എന്തായാലും അതല്ലാന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നെക്സ്റ്റ് ഇത് ചേട്ടൻ്റെ അമ്മ മേടിച്ചത് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ വിലക്ക്. ഇത് സംഭവം ഒരു അത്യാവശ്യം വലിയ ഷോർട്ടാണ് അത്. പക്ഷെ അവന് ബാഗി പാന്റ് പോലെ കിടക്കും. ഇതും ഈ ഷർട്ടും അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾ ഇതിട്ടിട്ട് ഓൾറെഡി മിലയെ കൊണ്ട് എണ്ണപ്പനയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മിലന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ നെക്സ്റ്റ് ഡേയില് നമ്മള് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇതാണ് മില ഇട്ടോണ്ട് പോയത്. അടിപൊളിയായിരുന്നു കേട്ടോ. ആ പാന്റ് അവന് ഷോർട്സ് ആയിട്ട് കിടക്കും,
ബാഗി ആയിട്ട് കിടക്കും. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്റെ മേലും ഇവിടെ കിടന്ന് കുരുത്തൊക്കെ കാണിക്കുന്നത്. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി. എന്തോ അടിപൊളിയായിരുന്നു. അപ്പൊ താങ്ക് യു അമ്മ. അപ്പൊ നമ്മള് നെക്സ്റ്റ് അൺബോക്സ് ചെയ്യുന്നതും ഒരു ഡ്രസ്സാണ്. ഇത് എനിക്ക് ഓർമ്മയില്ല ആരാണ് മേടിച്ചതെന്ന്. ആരായാലും കാണുവാണെങ്കിൽ കമന്റ് ചെയ്യുക. നല്ല കേട്ടോ. ഓൾറെഡി മിലോയ്ക്ക് ഇത്രയും ലൈറ്റ് ഷെയ്ഡ് അല്ല, ഇച്ചിരി ഡാർക്ക് ഒരു യെല്ലോ സെയിം ഒരു ഈ പാറ്റേൺ അല്ലെങ്കിലും ക്ലോത്ത് ഒക്കെ സെയിം ആണ്. ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവന് ഈ മഞ്ഞ കളറൊക്കെ നന്നായിട്ട് ചേരും. അപ്പൊ ഇതാരായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി, നല്ല രസമുണ്ട്. ആ ഫ്രണ്ടിലത്തെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അടുത്ത നെക്സ്റ്റും ഒരു ജോഡി ഡ്രസ്സാണ്. ഇത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആരാണ് മേടിച്ചു തന്നേന്ന്. ആരായാലും താങ്ക് യു സോ മച്ച്. ഇത് നമുക്ക് നോക്കാം. എന്തായാലും എന്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഇതിന്റെ ഇടയിൽ വന്ന് കമന്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതും ഡ്രസ്സായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ആഷ് കളർ. നെക്സ്റ്റ് പാറ്റ് നെക്സ്റ്റ് ഷോർട്സ്. അപ്പൊ എല്ലാ ഷോർട്സും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. ഈ ഒരു പാറ്റേൺ ടീഷർട്ടും അവന് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നല്ല ഭംഗിയുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് ആരായാലും. അപ്പൊ ഇതോടുകൂടി നമ്മുടെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് മിലോയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഇത് കൂടാതെ കുറച്ച് ഗിഫ്റ്റുകൾ പിറ്റേ ദിവസമായിട്ടും പിന്നെ അല്ലാണ്ടൊക്കെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ്. ഓൾറെഡി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർക്കും എന്റെ വക താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും താങ്ക്സ്.